ഹായ് മൈ ഡിയേഴ്സ്, നമ്മളിന്ന് കിളിമീൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, കായം എന്നീ സാധനങ്ങളാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമായി വെട്ടി വൃത്തിയാക്കിയിരിക്കുന്ന കിളിമീൻ നന്നായിട്ട് വരഞ്ഞ് മസാല തേക്കാനായിട്ട് റെഡിയാക്കുക. അതിനുശേഷം മസാലകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാ മീനുകളിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. എത്രയും നേരം മസാല നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് ചെയ്യുന്തോറും അതിനൊരു നനവുണ്ടാകുന്നത് വരെ മസാലകൾ നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മീനുകളിലെല്ലാം ഒന്നുകൂടെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാം റെസ്റ്റ് ചെയ്യാൻ പാകത്തിനാക്കുക. നന്നായിട്ട് മസാല ഉള്ളിൽ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായിട്ട് മസാല തേച്ച് എല്ലാം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാന് ചൂടാകാനായിട്ട് സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടായതിന് ശേഷം നമ്മുടെ കറി ലീഫ് വെച്ച് കൊടുക്കുക. കറി ലീഫ് എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. അതുപോലെ തന്നെ മീൻ മറിച്ചിടുമ്പോഴും നമ്മളത് ഇളകി പോകാതെ സഹായിക്കുന്നു. അതിലേക്ക് നമ്മൾ വരഞ്ഞ് വൃത്തിയാക്കി മസാല പുരട്ടിയ കിളിമീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. നല്ല എണ്ണം മുരിഞ്ഞ് വരുമ്പോൾ കറി ലീഫിൻ്റെയും മസാലയുടെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും. എന്നിട്ട് ഓരോന്നായിട്ട് ഇളകി പോകാതെ പതിയെ ഓരോ മീനുകളായിട്ട് തിരിച്ചിട്ട് രണ്ട് സൈഡും ഒരുപോലെ മൂപ്പിക്കുക. നല്ലൊരു ഫ്ലേവർ നമുക്ക് അനുഭവപ്പെടും. ഉടയാതെ തന്നെ ഓരോന്നായിട്ട് സാവധാനത്തിൽ മറിച്ചിടുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്കൊരു കിളിമീൻ ഫ്രൈ തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.